ആദ്യമായി തന്നെ എന്നെ ഇങ്ങനെ ഒരു ആദരവിലേക്ക് ക്ഷണിച്ച അങ്കിളിനും അതുപോലെ തന്നെ പട്ടർമാലിൻ്റെ എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമായി വായിക്കാൻ പോകുന്നത് AR റഹ്മാൻ സാർ മലയാളത്തിൽ രണ്ടാമതായി മ്യൂസിക് സംഗീതം ചെയ്ത നമ്മുടെ നാട്ടുകാരനായ നജീബ് അങ്കിളിൻ്റെ ജീവിതകഥ സിനിമയാക്കിയ ആടുജീവിതം എന്ന മൂവിയിലെ പെരിയോനെ റഹ്മാനെ എന്ന് തുടങ്ങുന്ന ഗാനം. ഓക്കെ, തുടങ്ങിക്കോ.
ഓ എന്തൊരു സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ചില്ലറക്കാരനല്ല നമ്മുടെ മുന്നിലിരിക്കുന്നത്. 2 ദേശീയ അവാർഡ് കൂടാതെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ 4 അവാർഡുകൾ കൂടാതെ തന്നെ 300ഓളം ടെലിവിഷൻ അവാർഡുകൾ 3 അല്ലേ, 3 ടെലിവിഷൻ അവാർഡുകൾ കൂടാതെ തന്നെ ഇപ്പം തന്നെ 300ഓളം അവാർഡുകൾ വാരിക്കൂട്ടിക്കൊണ്ട് നമ്മുടെ മിക്കവാറും ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഗിന്നസ് ബുക്കിൽ തന്നെ കയറാൻ ചാൻസ് ഉള്ള നമ്മുടെ കുഞ്ഞുമോന്, നമ്മുടെ കായംകുളത്തിൻ്റെ സ്വന്തം അഭിമാനം. അപ്പോൾ ഈ കുഞ്ഞുമോന് ഒരു ഷാള് ഇടണമെന്നുണ്ടായിരുന്നു, ഷാൾ എടുത്ത് വെച്ചില്ല അല്ലേ? ഒരു ഷാള്, ആ ഷാൾ ഇങ്ങനെ എടുത്തേക്കോ, ഇങ്ങോട്ട് മറിക്കാം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളിപ്പം നമ്മുടെ രാവിലെ വന്ന കസ്റ്റമറും നമ്മളെല്ലാം കൂടെ പെട്ടെന്ന് ഒരു ചെറിയൊരു ആദരവ് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങാനായിരുന്നു. അന്നേരം ഒരു ഷാള് അവരും കൂടെ പിടിച്ചു. നിങ്ങളുടെ കൂടെ ബാ. രാവിലെ കസ്റ്റമർ 1 മിനിറ്റ് വരുവാണേ, ഈ ഒരു ചെറിയ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ്. നമ്മളിതൊരു വലിയൊരു ചടങ്ങായിട്ടല്ല, നമ്മുടെ പെട്രോമാൽ വെഡ്ഡിങ് കളക്ഷൻസിൻ്റെ നമ്മുടെ ഒരു ചെറിയൊരു പ്രോഗ്രാം 2 ദിവസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. ഇതേപോലുള്ള കഴിവുള്ള കലാകാരന്മാരെ ആദരിക്കുക, അതുകൂടാതെ തന്നെ നമ്മുടെ ഷോപ്പിൽ വരുന്ന പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ നിങ്ങളുടെ കഴിവുകൾ നമ്മുടെ പെട്രോമാൽ വെഡ്ഡിങ് കളക്ഷൻസിൽ നമ്മളിവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോകൾ നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം പോസ്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വന്ന് വൈറലാകുന്ന വീഡിയോക്ക് നമ്മൾ ഒരു 1ാം സമ്മാനം 25,000 രൂപയുടെ പർച്ചേസ്, 2ാം സമ്മാനം ഒരു 10,000 രൂപയുടെ പർച്ചേസ് വൗച്ചർ, 3ാം സമ്മാനം 5,000 രൂപയുടെ പർച്ചേസ് വൗച്ചർ. ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തത്. അതിൻ്റെ തുടക്കം വന്ന രീതിയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അസ്ന ഫാത്തിമ എന്ന് പറഞ്ഞൊരു മോളുടെ വീഡിയോ ഇട്ടിരുന്നു. ഇന്നിപ്പം നമ്മുടെ മുഹമ്മദ് യാസീൻ്റെയാണ്. യാസീന് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെറിയ കടയിൽ ഇവിടെ വന്ന് നമ്മുടെ ഒരു ചെറിയ ആദരവൊക്കെ ഏറ്റുവാങ്ങിക്കാൻ കാണിച്ച മനസ്സിനെ നമ്മൾ ആദ്യമേ നമ്മുടെ സ്റ്റാഫുകൾക്കായാലും എല്ലാവരും ഒരു കൈയടി കൊടുത്ത് എല്ലാവർക്കും വളരെ ഈ മോൻ മരുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നിന്ന് കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ടൊക്കെ വന്നേക്കുന്നത്. അയ്യോ എന്നും പറഞ്ഞ് ദിവസം കുളിക്കത്തില്ലെന്നല്ല. അപ്പോൾ ഈ മോന് നമ്മൾ ചെറിയൊരു ആദരവ് കൊടുക്കുകയാണ്. കൂടാതെ തന്നെ നമ്മൾ ഇതിൽ അതെ കണ്ടോ, ഓക്കെ താങ്ക് യു. കൂടാതെ തന്നെ ഈ മോൻ്റെ കുറവുകൾ നികത്താനായിട്ട് ഇവരുടെ ഇങ്ങോട്ട് നിന്നു ഉമ്മായും വാപ്പായും ഉമ്മയും അനിയനും ഒക്കെ ഈ മോന് ഒരുപാട് പ്രോത്സാഹനം കൊടുത്ത് ആ മോൻ്റെ കൂടെ ഒരുപാട് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു നിലയിൽ ആ മോൻ എത്താൻ സാധിച്ചത്. തൻ്റെ കുറവുകളെ നോക്കാതെ സ്വന്തം പ്രയത്നം കൊണ്ടും അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ടുമാണ് ഈ മോൻ ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. അതിന് ഈ മോനോടൊപ്പം തന്നെ ഈ കുടുംബത്തിലുള്ള ഈ ഓരോ അംഗങ്ങളും അതിൻ്റെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അപ്പോൾ പെട്രോമാൽ വെഡ്ഡിങ് കളക്ഷൻസിൻ്റെ നമ്മുടെ എളിയ ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ ചെറിയൊരു ട്രോഫി നൽകുകയാണ്. വേണ്ട മോനെ, ഹാപ്പി ആയോ? ഓക്കെ, ഇനി മോൻ്റെ ഒരു പെർഫോമൻസ് കൂടെ കണ്ടിട്ട് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നുള്ളൂ. കൂടാതെ തന്നെ നമ്മളെ ഈ പാട്ട് മാത്രമല്ല, ചിത്രകഥ രചന കഥാരചന, പടം വരപ്പ്, അഭിനയം, നല്ലൊരു നടനായി തീരുമോ? എനിക്കും അഭിനയിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിട്ട് പണ്ട് മദിരാശിയിലോട്ട് വണ്ടി കയറിയ ആളാണ്. എന്നെ കൂടെ ഒക്കെ ഒന്ന് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുമോ? എന്നെ കൂടെ അഭിനയിപ്പിക്കുമോ? ഓക്കെ ഓക്കെ. അപ്പോൾ കൂടാതെ തന്നെ നമ്മുടെ മമ്മൂക്കാടെയും ഒക്കെ അവാർഡ് മേടിച്ചല്ലേ, പുള്ളിയൊക്കെ ഒരുപാട് പ്രശംസിച്ചല്ലേ സംസാരിച്ച്. പിന്നെ വേറെ മോൻ്റെ അവാർഡ് ആരുടെ നിന്നൊക്കെ കിട്ടിയപ്പോൾ കൂടുതൽ സന്തോഷമായെന്നുള്ള പ്രമുഖ വ്യക്തികളുടെ നിന്നൊക്കെ കിട്ടിയിട്ടില്ലയോ? അതിനെപ്പറ്റിയൊക്കെ ഒന്ന് മോൻ സംസാരിച്ചു. നമ്മുടെ രാഷ്ട്രപതിയുടെ ഇന്ന് കിട്ടി. ഇനി മോനെ 2 വാക്ക് സംസാരിക്കാൻ മോൻ്റെ ഇഷ്ടത്തിന് വിടുവാണ്. അത് മോൻ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം മോൻ്റെ ഒരു പെർഫോമൻസ് കൂടെ ഞങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, തുടങ്ങാം. ആദ്യമായി ഇങ്ങോട്ട് അവരോടെ കഴിഞ്ഞ് വട്ടെ കയറി വട്ടെ എന്നെ ക്ഷണിച്ചതിന് എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു. എനിക്ക് 2 നാഷണൽ അവാർഡും 4 സ്റ്റേറ്റ് അവാർഡും 3 ടെലിവിഷൻ അവാർഡും ഉൾപ്പെടെ 300-ലധികം പുരസ്കാരങ്ങൾ എനിക്ക് ലഭിച്ചു. അതിലെനിക്ക് ഏറ്റവും സന്തോഷകരമായ അവാർഡുകളാണ്
ഈ ഇടയ്ക്ക് കിട്ടിയ ശ്രേഷ്ഠ കേന്ദ്ര സർക്കാരിൻ്റെ 18 വയസ്സിന് താഴോട്ട് കൊടുക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് കൊടുക്കുന്ന പരമോന്നത ബഹുമതിയായ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലക് പുരസ്കാരം രാഷ്ട്രപതി മമതയിൽ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കൈരളി TV-യുടെ ഫീനിക്സ് അവാർഡ് ഉൾപ്പെടെ ഒരുപാട് അവാർഡ് എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ സർഗാത്മ ബാല്യ പുരസ്കാരം, കേരള സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. ഞാൻ ഇന്നലെ ഈ മോൻ്റെ പ്രൊഫൈല് ഇട്ട് തന്നപ്പോൾ ഉണ്ട്, ഞാൻ പറഞ്ഞാൽ ഇത്രയൊന്നും തീരത്തില്ല. ഇത് സ്വന്തം അനുഭവം വെച്ച് പറയുമ്പോൾ ഇത് കാണാൻ പഠിക്കുന്നതിനെക്കാട്ടി നല്ല രീതിയിൽ പറയും. അതുകൊണ്ട് മോനെ കൊണ്ട് പറയിപ്പിച്ചത്. ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഒരു 10-25 പേരുടെ ലിസ്റ്റുണ്ട്. ഇവരെല്ലാം കൂടെ ഞാൻ അങ്ങനെ ഓർമ്മിക്കും. അന്ന് ഞാൻ ഇന്നലെ എഴുതി പഠിക്കാൻ നോക്കി, നടക്കത്തില്ല. അന്നേരം മോൻ പറഞ്ഞ തന്നെയാണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. അന്നേരം അടുത്ത നല്ലൊരു പെർഫോമൻസ് കൂടെ ഞങ്ങൾക്ക് തരുമോ? അതുപോലെ തന്നെ കുഞ്ഞനിയനെ ഒന്ന്, അനിയനാണോ ചേട്ടനാണോ? അനിയൻ എത്രയിലാണ് പഠിക്കുന്നത്? 6-ലാണ്. മോന് ഡാൻസ് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഡാൻസറാണോ? ഒരു പെർഫോമൻസ് അവിടെ നിന്ന് 1 മിനിറ്റ് മോനെ, ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കാൻ ആ മോൻ്റെ ഒരു പെർഫോമൻസ് കൂടെ ഒന്ന് കൊടുക്കും. ഏതാ ഒരു പെർഫോമൻസ് കൂടെ? കുഴപ്പമില്ല, 2 മിനിറ്റ് ഇപ്പം വരുവാണേ. എടുത്തു, കുഴപ്പമില്ല. റെൻ്റൊക്കെയാണോ? കൈയടിച്ചോ, പ്രോത്സാഹിപ്പിച്ചോ. ഇത് ഇഷ്ടപ്പെട്ട കാണാൻ പറ്റും. ഇതെന്തോ ഒരു
എന്തുവാ സ്റ്റേജ് കിട്ടിയാണെങ്കിൽ ഇപ്പൊ ഇളക്കി മറിച്ചാനല്ലോ. എന്തുവായിരുന്നു, സൂപ്പർ കേട്ടോ. ഇതിപ്പോ മിക്കവാറും ഇതിന്റെയും കൂടെ ഒരു വീഡിയോ ഇനി സെപ്പറേറ്റ് ഇടണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഒരു വീഡിയോ കൂടെ ഇടണം. ഇന്ന് ഞങ്ങള് യാസിനെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു. അന്നേരം മോന്റെ ഒരു പെർഫോമൻസ് കൂടെ ഒന്നുകൂടെ നോക്കാം. എല്ലാരും ഹാപ്പി ആണോ? ആ, അവസാനമായി വായിക്കാൻ പോകുന്നത് AR റഹ്മാൻ സാർ ആദ്യമായി മലയാളത്തിൽ സംഗീത സംവിധാനം ചെയ്ത ജഗതി ചേട്ടനും ലാലേട്ടനും തകർത്തഭിനയിച്ച യോധ എന്ന മൂവിയിലെ പടകാളി എന്ന് തുടങ്ങുന്ന ഗാനം. അതിന് ഇവിടെ കളിച്ചു.
ഇതാണ് കീബോർഡിൽ മാന്ത്രിക വിസ്മയം തീർക്കുന്ന അത്ഭുത ബാലൻ ഇല്ലേ എന്ന് തന്നെ പറയല്ലേ. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ ഓക്കെ, സപ്പോർട്ട് ഇന്ന് കുഞ്ഞിനെ ഒരുപാട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഈ കുഞ്ഞിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഈ കുഞ്ഞിനെ നമുക്ക് വേൾഡ് ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ എത്തിക്കണം അല്ലേ. അത് എൻ്റെ വാപ്പ 2 മിനിറ്റ് സംസാരിച്ചില്ല, 1 മിനിറ്റ് വന്ന് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ആധികാരികമായിട്ട് അറിയാവുന്ന അദ്ദേഹത്തിനാണ്. കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. 1 മിനിറ്റ് ഒന്ന് സംസാരിച്ചോ. ആൾറെഡി 3 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. കണ്ണ് കെട്ടി കീബോർഡ് വായിച്ചതിന് 2023 കണ്ണ് കെട്ടിയിട്ട് കീബോർഡ് വായിച്ചു ദേശീയഗാനവും വന്ദേ മാതരവും രണ്ടും കൂടെ കീബോർഡിൽ വായിച്ചതിന്റെ ദേശീയ റെക്കോർഡ് ഇപ്പോഴും മോൻ്റെ പേര് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് മോൻ്റെ പേര് തന്നെയാണ്. ഇപ്പോൾ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. ആൾറെഡി ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് വിരലുകളില്ലാതെ ഇത്തരം പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആൾ ലോകത്തിൽ തന്നെ ആരും ഇല്ല. സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന പേര് ഡീറ്റെയിൽസ് മോൻ്റെ തന്നെയാണ് കാണുന്നത്. ഇനി ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടിയിട്ട് ഇനിയിപ്പം ഏറ്റവും കൂടുതൽ ഈ അവാർഡുകൾ വാരി കൂട്ടുന്ന ഇപ്പം തന്നെ 300 ആയില്ലേ. എനിക്ക് തോന്നുന്നു അത് അതില് റെക്കോർഡ് വല്ലതും അറിയാമോ? അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കണക്കിന് പോയാൽ അതും ഗിന്നസ് ബുക്കിൽ എത്തുമെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, ശരിയെങ്കിൽ ഓക്കെ. എന്നാലും നിങ്ങളെല്ലാവരും മെനക്കെട്ട് ഉമ്മ ഉൾപ്പെടെയാണെന്ന് ഒരിക്കലും അങ്ങനെ പറയരുത്. അതല്ല എന്നാലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലേ ഞാൻ. അങ്ങനെയല്ല, ആ ഒരു വാക്കേ നല്ലതല്ല, ശരിയല്ല, ബുദ്ധിമുട്ടല്ല, സന്തോഷമല്ലേ. ഓക്കെ, അല്ലേ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്താ അറിയാം, നമ്മള് ചിലപ്പം പല തിരക്കുകളുള്ള ആൾക്കാരല്ലയോ. അന്നേരം നിങ്ങളുടെ കുടുംബമായിട്ട് മൊത്തത്തിൽ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ഇതല്ലേ, നമുക്ക് ഒരുപാട് സന്തോഷം ഇല്ലേ. ഇപ്പം ഞായറാഴ്ച പൊതുവെ രാവിലെ നല്ല തിരക്കാണ്. ഇപ്പം രാവിലെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കസ്റ്റമർ ഇപ്പോൾ ഉണ്ട്. എന്നാലും ആ കസ്റ്റമറുടെ അനുവാദത്തോട് അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ മോൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, ഒരു 5 മിനിറ്റ് എടുക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരെയും വെളിയിൽ അവിടെ ഉണ്ട്. അന്നേരം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ കൂടുതൽ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം അന്നേരം നമ്മൾക്ക് അതിൻ്റെ പോരായ്മകളൊന്നും അറിയുന്നില്ല. തീർച്ചയായിട്ടും നല്ലൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. കാരണം നമ്മൾ ഇത് ഇപ്പം സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ലൊരു മെസ്സേജ് കൂടിയാണ്. നമുക്ക് ഇതേപോലുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ രക്ഷകർത്താക്കൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഇതേപോലെ നല്ല രീതിയിൽ ഉയർന്നു വരാൻ പറ്റും. ശരിയല്ലേ? അതെ, എല്ലാവരും ഓരോ കുട്ടികളും യൂണിക്കാണ്. അവർക്ക് അവരുടേതായ കഴിവുകളുണ്ടാവും. തിരിച്ചറിഞ്ഞ് നമ്മൾ അവരുടെ കൂടെ നിൽക്കണം എന്നുള്ളത്. ഇപ്പോൾ അവരെ സംബന്ധിച്ചുള്ള 2.5 വയസ്സ് വരെ കിടന്നിടത്ത് നിന്ന് അനങ്ങാൻ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞാൽ അവിടുന്ന് ആ സൈഡിലേക്ക് സൈഡിൽ കാലില്ലാത്ത ആ സൈഡിലേക്ക് മറിഞ്ഞു വിടും. 2 സൈഡിലും പില്ലോ വെച്ചിട്ടാണ് നമ്മൾ ഇരുത്തിയിരുന്നത്. അപ്പോൾ അവിടുന്ന് അയാളുടെ ഒരു ഇനിഷ്യേറ്റീവാണ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നതും ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നതും. ഇപ്പോൾ ഈ കീബോർഡ് വായിക്കുന്നത് ഇപ്പോൾ 1.5 മണിക്കൂർ സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട് ആള്. അതിനെ പഠിച്ചതാണ്. അതിനെക്കാട്ടി ഉപരി നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. നിങ്ങളെ സാധാരണ രക്ഷകർത്താക്കന്മാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് വളരാൻ പറ്റുക. എന്നാലും മോൻ്റെ പരിശ്രമം വലുതാണ്. ശരിയല്ലയോ? അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മൾ ഈ പരിപാടി ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. ബോർന്നോ ആയില്ലല്ലോ പരിപാടി. നന്നായിട്ട് പോയിട്ടുണ്ട്.